2 വയസ്സുകാരിയുടെ കൊലപാതകം. ഈ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി കേസിന്റെ അന്വേഷണം ഒരു പ്രതിസന്ധിയിലാണിപ്പോൾ. പ്രതി ഹരികുമാറിനെ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടു. പ്രതിക്ക് ചോദ്യം ചെയ്യലിന് വിധേയനാകാനുള്ള മാനസിക ആരോഗ്യനില ഉണ്ടെന്ന ആരോഗ്യ വിദഗ്ധരുടെ സാക്ഷ്യപത്രം കോടതിയിൽ സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. രാഹുൽ ജി നാഥ വിശദാംശങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി? ഈ പ്രതി ഹരികുമാറിന്റെ മാനസിക ആരോഗ്യ നിലയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നെയ്യാറ്റിൻകരയിലെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പ്രതിയിലേക്ക്, അതായത് അമ്മാവൻ ഹരികുമാറാണ് ദേവേന്ദുവിനെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊന്നത് എന്ന് പോലീസ് പറയുമ്പോഴും അതിലേക്കുള്ള കാരണത്തിലേക്ക് എത്താൻ പോലീസ് ആദ്യ സമയം തൊട്ട് തന്നെ പ്രയാസപ്പെടുകയായിരുന്നു. കാരണം മൊഴികളിൽ അസ്ഥിരതയുണ്ട്, ഈ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് എത്താൻ പോലീസ് കുറേ ദിവസങ്ങളായി ശ്രമിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്നത്. അതായത് ഫെബ്രുവരി 7 വരെ ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. അപ്പോൾ ചോദ്യം ചെയ്യലിന് സാധ്യത ഉണ്ടാക്കുന്നു. ഒപ്പം മൊഴികൾ സ്ഥിരതയുണ്ടെങ്കിൽ അത്തരത്തിൽ ഇന്ന് സ്ഥലത്തിൽ തെളിവെടുപ്പ് നടത്തും എന്നുള്ള തരത്തിലൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇന്നലെ ചോദ്യം ചെയ്യലിൽ മാനസികാരോഗ്യ നില അത് മെച്ചമല്ല, ചോദ്യം ചെയ്യലിന് അദ്ദേഹത്തിന് കഴിയില്ല എന്ന തരത്തിൽ അപ്പോൾ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചോദ്യം ചെയ്യലിന് തയ്യാറാകാൻ തരത്തിലുള്ള മാനസിക നിലയുണ്ടോ എന്ന സാക്ഷ്യപത്രം ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ടതായിരുന്നു. അത് കോടതിയിൽ സമർപ്പിക്കണമായിരുന്നു. പോലീസിന് അത് കഴിഞ്ഞിട്ടില്ല. ആ ഘട്ടത്തിലാണ് വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തെളിവെടുപ്പിനുള്ള സാധ്യതയില്ല. ഈ മൊഴിയിൽ സ്ഥിരതയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ആരോഗ്യ വിദഗ്ധരുടെ അടുത്ത് പോയി പ്രതി സംസാരിക്കുമ്പോൾ സ്വന്തം പേര് പോലും ഓർമ്മയില്ല എന്ന തരത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് 10 ദിവസമെങ്കിലും, കുറഞ്ഞത് 10 ദിവസമെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രി നിരീക്ഷണത്തിലിരുന്നാൽ മാത്രമേ അത്തരത്തിലൊരു സാക്ഷ്യപത്രം ഡോക്ടർമാർക്ക് നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് പോലീസിന് തിരിച്ചടി നേരിട്ടത്. ആ ഘട്ടത്തിൽ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോയിരിക്കുകയാണ്. പോലീസ് ഇനി തിരയുന്നത് അമ്മ ശ്രീധുവിന് കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് അമ്മയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളാണ് തിരയുന്നത്. അതിൽ തീരുമാനം എന്തായാലും 10 മണിയോടുകൂടി അറിയാൻ കഴിയും. എന്തായാലും ഹരികുമാറുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും തെളിവെടുപ്പും എല്ലാം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അയാളിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മോദി.